കേരളത്തിൽ 3 സീറ്റിൽ BJP ജയിക്കുകയുണ്ടായി. അതീവ ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ്. ആ റിസൾട്ട് പ്രഖ്യാപിച്ച ദിവസം രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJPയുടെ കേരളത്തിലെ നേതാവ് പറഞ്ഞത്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ടത് CPM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയുമാണ് എന്നാണ്. അന്ന് പറയുമ്പോൾ എത്രത്തോളം എന്നുള്ളതിന് ജനങ്ങൾക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 30 നിയോജക മണ്ഡലങ്ങളിൽ BJP വോട്ട് UDF-ന് അനുകൂലമായിട്ട് മറച്ച ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആ വോട്ട് കൂടി നേടിയിട്ടാണ് അവർ 100+ പറഞ്ഞത് എന്ന് ഇപ്പോഴാണത് ഗൗരവപൂർവ്വം ആഴത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ CPIM-ഉം BJP-യുമാണ് ഡീലെന്നുള്ള പ്രചാരണം പുറത്തു നടത്തി കൃത്യമായ അജണ്ട വെച്ച് BJP വോട്ടും കോൺഗ്രസ് വോട്ടും പരസ്പരം കൈമാറുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സ്വത്വ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്വത്വരാഷ്ട്രീയ ചിന്തകൾ മുന്നോട്ടേക്ക് വെക്കുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തെ CPIM-നെ ദുർബലപ്പെടുത്താൻ തന്നെയാണ്. സ്വാഭാവികമായും വെള്ളം കടക്കാത്ത അറകളെ പോലെ ഓരോരോ ജാതി വിഭാഗത്തെയും സംഘടിപ്പിക്കുക, സ്വത്വത്തെ അടിസ്ഥാനപ്പെടുത്തി, എന്നിട്ട് വർഗീയമായി അതിനെ കൂട്ടിച്ചേർക്കുക. ഈ പ്രക്രിയ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഈ സ്വത്വരാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം, അതിൻ്റെ ചിന്തകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, അതിൻ്റെ പരാജയത്തെ യഥാർത്ഥത്തിൽ ഈ ചിന്തകളും സ്വാധീനിച്ചു എന്ന് കാണാൻ കഴിയും. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വോട്ടുകൾ കുറേശ്ശെയായിട്ട് LDF-ന് കുറവുണ്ടായിട്ടുണ്ട്. എങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗം പൂർണ്ണമായിട്ട് ഒന്നിച്ചു നിന്ന് പരാജയപ്പെടുത്തി എന്നൊന്നും പറയാൻ സാധിക്കുന്നതല്ല കേരളത്തിലുടനീളം പരിശോധിച്ചാൽ. എന്നാൽ SIR ന്യൂനപക്ഷങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ള ആശങ്ക അത് ലീഗ്, ജമായത്ത് ഇസ്ലാമി, കോൺഗ്രസ് കൂട്ടുകെട്ട് നല്ലതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. SIR കൊണ്ടുവന്നത് പിണറായി വിജയൻ ഗവൺമെൻറ്റാണ് എന്നുള്ള കള്ളപ്രചാരവേലയും നടത്തിയിട്ടുണ്ട്. ഇത് ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷ ചേരിയിൽ നിന്ന് മാറ്റാൻ സഹായിച്ചു എന്നുള്ളത് ഞങ്ങൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മതത്തെ ഉപയോഗിച്ച് വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്ന ശ്രമമാണ് മുസ്ലിം ലീഗ് നടത്തിയത്. മതനിരപേക്ഷ കേരളത്തിൽ വളരെ അപകടകരമായ ഒന്നാണ് ഇത്. ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നുകൂടിയാണ്. മതനിരപേക്ഷ ഉള്ളടക്കത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള സമീപനമായിരുന്നു മുമ്പെല്ലാം ലീഗ് കൈകാര്യം. എന്നാൽ അത് മാറ്റി മതത്തെ ഉപയോഗിച്ച് വർഗീയ ചേരിതിരിവിന് അതിൻ്റെ ഗുണഭോക്താവ് എന്ന രീതിയിൽ കോൺഗ്രസും അതിൻ്റെ ഒപ്പം നിൽക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ഇത് കേരളത്തിൽ ദൂരവ്യാപകമായ ഫലമുളവാക്കുമെന്ന് ഞങ്ങൾ കാണുകയാണ്. 3 സീറ്റുകൾ ലഭിച്ച BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള വോട്ടിനേക്കാൾ 6% കുറവുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. ആ കുറവ് അവരുടെ പാർട്ടിയുടെ ഭാഗത്ത് വന്ന ഏതെങ്കിലും ഒരു ഒഴിച്ചുപോക്കാണെന്നല്ല കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10-30 മണ്ഡലങ്ങളിൽ ആ വോട്ട് കോൺഗ്രസിന് നൽകുന്ന നിലയുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ
ആ കുറവ് എങ്ങനെയാണ് എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഈ രീതി കാണാൻ കഴിയും. ഈ BJP ജയിച്ച 3 മണ്ഡലങ്ങളിലും UDF 3-ാം സ്ഥാനത്തായി. അപ്പോൾ അതിൻ്റെ പ്രത്യുപകാരം എന്ന രീതിയിൽ BJPയെ ജയിപ്പിക്കുന്നതിന് കോൺഗ്രസ് എടുത്ത നിലപാട് കൂടി ചേരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഡീലിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക.